നടിയെ ആക്രമിച്ച കേസിലെ മെമ്മറി കാർഡ് അന്വേഷണ റിപ്പോർട്ടിലെ കൂടുതൽ വിവരങ്ങൾ റിപ്പോർട്ടറിന്. ഹൈക്കോടതി ജസ്റ്റിസ് കൌസർ എടപ്പകത്തിനെതിരെ റിപ്പോർട്ടിൽ ഗുരുതര ആരോപണങ്ങളാണുള്ളത്. പീഡന ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡും പെൻഡ്രൈവും നിയമവിരുദ്ധമായി 1 വർഷത്തിലേറെ ജസ്റ്റിസ് കസ്റ്റഡിയിൽ വെച്ചു. ബെഞ്ച് ക്ലർക്ക് മഹേഷ് മെമ്മറി കാർഡ് പരിശോധിച്ചത് കൌസർ എടപ്പകത്തിന്റെ നിർദ്ദേശപ്രകാരമെന്നും കണ്ടെത്തിയിട്ടുണ്ട്. വിചാരണ കോടതി ജഡ്ജി ഹണിയം വർഗീസാണ് ഹൈക്കോടതിയിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചത്. റിപ്പോർട്ട് ബിഗ് ബ്രേക്കിംഗ്. ഈ വാർത്ത പുറത്തുകൊണ്ടുവന്ന ആർ റോഷിപാൽ നമുക്കൊപ്പം തത്സമയം ചേരുന്നു. ബ്രേക്കിംഗ് അവേഴ്സിൽ വെൽക്കം ടു ബ്രേക്കിംഗ് അവേഴ്സ് ആർ റോഷിപാൽ. ഈ വാർത്തയുടെ പിന്നാലെയുണ്ട് റോഷിപാൽ. അതിൽ ഏറ്റവും സുപ്രധാനമായ അന്വേഷണ റിപ്പോർട്ടിലെ ഉള്ളടക്കമാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത്. എന്തൊക്കെയാണ് കണ്ടെത്തലുകൾ? സുജയ, ജനുവരിയിൽ ജഡ്ജ് ഹണിയം വർഗീസ് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഗുരുതര പരാമർശങ്ങളുള്ളത്. ഒന്ന്, ജഡ്ജ് കൌസർ എടപ്പകത്ത് അന്ന് സെഷൻസ് കോടതി ജഡ്ജായിരുന്നു. കൌസർ എടപ്പകത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ബെഞ്ച് ക്ലർക്കായ മഹേഷ് മോഹൻ ഈ ദൃശ്യങ്ങളടങ്ങിയ പീഡന ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് വീട്ടിൽ കൊണ്ടുപോവുകയും മൈക്രോമാക്സ് മൊബൈൽ ഫോണിൽ അത് ഇൻസേർട്ട് ചെയ്ത് ആ ദൃശ്യങ്ങൾ പരിശോധിക്കുകയും ചെയ്തത് എന്നാണ് ഈ റിപ്പോർട്ടിലുള്ളത്. മൈക്രോമാക്സ് ഫോൺ പിന്നീട് നഷ്ടമായെന്ന മൊഴിയും മഹേഷ് മോഹൻ ജഡ്ജ് ഹണിയം വർഗീസിന് നൽകിയിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഒരു ശാസ്ത്രീയ പരിശോധന നടന്നിട്ടില്ല എന്നതാണ് വാസ്തവം. ഏതായാലും ജഡ്ജ് കൌസർ എടപ്പകം 1 വർഷത്തോളം ഈ മെമ്മറി കാർഡ് ഒപ്പം USB ഈ ദൃശ്യങ്ങളടങ്ങിയ അതിന്റെ പകർപ്പുള്ള പെൻഡ്രൈവ് അടക്കം സ്വകാര്യമായി സൂക്ഷിച്ചു എന്ന ഗുരുതരമായ റിപ്പോർട്ടും ഇതിലുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ മെമ്മറി കാർഡ് ആയാലും USB ആയാലും ഇത് വളരെ സുരക്ഷിതമായി സീൽഡ് കവറിലാണ് സൂക്ഷിക്കേണ്ടത്. ഏതെങ്കിലും ഘട്ടത്തിൽ കോടതി നടപടികൾ വരുമ്പോൾ മാത്രം ഈ മെമ്മറി കാർഡും ഒപ്പം ഈ USB-യും പീഡന ദൃശ്യങ്ങളടങ്ങിയ ഈ ഡിവൈസുകൾ അത് കോടതിയിൽ വെച്ച് ആണ് അത് തുറക്കേണ്ടത്. അപ്പോൾ പ്രോസിക്യൂട്ടർ ഉണ്ടാകണം, ഒപ്പം പ്രധാനപ്പെട്ട കോടതി ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിൽ മാത്രമേ ഇത് പരിശോധിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെയാണ് നിയമം. പക്ഷെ ആ നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഈ മെമ്മറി കാർഡ് USB അടക്കം സ്വകാര്യ കസ്റ്റഡിയിൽ ജഡ്ജ് കൌസർ എടപ്പകത്ത് സൂക്ഷിച്ചു എന്ന ഗുരുതരമായ മൊഴി അത് കോടതി ജീവനക്കാരാണ് നൽകിയിരിക്കുന്നത്. ഒന്ന്, ബെഞ്ച് ക്ലർക്ക്, അന്നത്തെ ജില്ലാ സെഷൻസ് കോടതിയുടെ ബെഞ്ച് ക്ലർക്കായിരുന്ന മഹേഷ് മോഹൻ. രണ്ടാമത്തേത് ജിഷാദ് അന്ന് പ്രോപ്പർട്ടി ക്ലർക്കായിരുന്നു. ഈ രണ്ടുപേരും കൌസർ എടപ്പകത്തിനെതിരെ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഈ അന്വേഷണത്തിൽ ജഡ്ജ് ഹണിയം വർഗീസ് ഒരു ഘട്ടത്തിൽ പോലും ഇത്തരമൊരു ആരോപണം കൌസർ എടപ്പകത്തിനെതിരെ ഉയർന്നിട്ടും കൌസർ എടപ്പകത്തിന്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല, കൌസർ എടപ്പകത്തിന്റെ വിശദീകരണം ഈ കാര്യത്തിൽ തേടിയിട്ടില്ല എന്നത് ഗുരുതരമായ വീഴ്ചയായി വിമർശനവും ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞു. ഏതായാലും 2018 ഡിസംബർ 13 രാത്രി 10:58 സ്വന്തം വീട്ടിൽ വെച്ച് സ്വന്തം മൈക്രോമാക്സ് മൊബൈലിലാണ് മഹേഷ് മോഹൻ എന്ന അന്നത്തെ ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലെ ബെഞ്ച് ക്ലാർക്ക് ഈ പീഡന ദൃശ്യങ്ങൾ, ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായ പീഡന ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് മൊബൈൽ ഫോണിൽ ഉപയോഗിച്ചത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏതെങ്കിലും ഘട്ടത്തിൽ ഈ കോടതിയിലെ ജുഡീഷ്യൽ ഓഫീസർമാർക്കടക്കം ഈ ദൃശ്യങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടിയാണ് CFSL മെമ്മറി കാർഡിലെ ദൃശ്യങ്ങളുടെ പകർപ്പ് USB-യിലേക്ക് മാറ്റി നൽകിയത്. ഈ മെമ്മറി കാർഡ് ഒരു കാരണവശാലും പരിശോധിക്കാൻ പാടില്ല. അത് പരിശോധിക്കണമെങ്കിൽ ഇതിന്റെ എക്സ്പേർട്ടായ ഉദ്യോഗസ്ഥന്മാർ ഉണ്ടായിരിക്കണം, അല്ലാതെ ഇത് പരിശോധിക്കാൻ പാടില്ല. അത് സാധാരണ രീതിയിൽ ഒരു മൊബൈൽ ഫോണിലോ മറ്റൊരു ഡിജിറ്റൽ ഡിവൈസിലോ പരിശോധിക്കരുത്. അത് പ്രത്യേക സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെ മാത്രമേ ഈ ഡിജിറ്റൽ ഡിവൈസുകൾ പരിശോധിക്കാൻ പാടുള്ളൂ എന്നാണ് ചട്ടം. ഈ മെമ്മറി കാർഡ് ഓരോ തവണ അത് പരിശോധിക്കുമ്പോഴും അതിലുള്ള ഹാഷ് വാല്യൂ മാറും. അങ്ങനെ തുടർച്ചയായി ഹാഷ് വാല്യൂ മാറുമ്പോൾ സ്വാഭാവികമായും ഈ ഇലക്ട്രോണിക് ഡിവൈസിന്റെ വാലിഡിറ്റി നഷ്ടപ്പെടും, അതിന്റെ ലീഗൽ വാലിഡിറ്റി നഷ്ടപ്പെടും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയാണോ ഇത് ചെയ്തത് എന്നുള്ളതാണ് അറിയേണ്ടത്. ഞാൻ റോഷിപാലിലേക്ക് തിരികെ എത്താം. നിർണായകമായ വിവരങ്ങളാണ് റോഷിപാൽ ഇപ്പോൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്.